ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞങ്ങളുടെ ഓഫീസിലെ ഒരു ചെറിയ ഓണം സെലിബ്രേഷൻ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സെലിബ്രേഷൻ ഫ്രൈഡേ ആയിരുന്നു. ഇത് അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു ഈവനിങ് ആണ്. അപ്പോൾ എൻ്റെ ഇരിപ്പ് കണ്ട വിചാരിക്കും ഞാനാണ് ഡിസൈനിങ്. അല്ല, ഈ ഡിസൈനിങ്ങും കാര്യങ്ങളും ഐഡിയാസും ഒക്കെ ചന്ദന, അനീറ്റ അവരുടെ ടീമായിരുന്നു. അവർ രണ്ടുപേരും കൂടെയാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തതും വരയ്ക്കുന്നതും ഒക്കെ. അപ്പം ഞങ്ങളൊന്ന് വർക്ക് കഴിഞ്ഞ് വന്ന് അവരെ ശല്യപ്പെടുത്തുന്ന സീൻസാണിതൊക്കെ. പിന്നെ നമ്മളിങ്ങനെ ലൈറ്റായിട്ട് ഹെൽപ്പ് ചെയ്യുക, ലൈൻ വരച്ചു കൊടുക്കുക, കൂടെ ഇരുന്നൊന്ന് സംസാരിച്ച് അവരോട് കുറച്ച് സമയം കളയുക, അങ്ങനത്തെ ഹെൽപ്പൊക്കെയാണ് ഞങ്ങൾ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ലൈറ്റ് ഡിസൈനൊക്കെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെയാണ് അതെല്ലാം ഹാൻഡിൽ ചെയ്തത്. ഭയങ്കര ഒറിജിനാലിറ്റിയോടെ ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടെ ട്രോളി ഇതാ ഇവിടെ ഡിസൈൻ വർക്കും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വന്ന് ഇച്ചിരി ഹെൽപ്പ് ചെയ്യും, അവിടെ ലൈൻ വരയ്ക്കും. ഞങ്ങൾ തന്നെ അതിൻ്റെ ഇടയിൽ കറങ്ങി ആ ഡിസൈൻ ഫുൾ അതിൻ്റെ ഇടയിൽ മാഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇത്തിരി ഞങ്ങൾക്ക് കൂടുതൽ വർക്കുള്ള സമയമായതുകൊണ്ട് ഇങ്ങനെ ഒരു ഫൺ ടൈമൊക്കെ കുറവാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവമൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡിസൈൻ വർക്കൊക്കെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറേ പേര് പൂക്കളൊക്കെ വാങ്ങാൻ കുറച്ച് പേര് പോയി. പിന്നെ കുറച്ച് ഗിഫ്റ്റ്സ് നമ്മുടെ നാളത്തെ കോമ്പറ്റീഷന് കൊടുക്കാനുള്ള കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അത് പാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് നമ്മുടെ പരിപാടി. ദിൽഷാദേ, പൂ കാണിച്ചടാ. എവിടെ പോയി? പക്ഷേ പൂവ് എവിടെ പോയി? ദിൽഷാദ് ഹായ്. അങ്ങനെ നമ്മുടെ ഡിസൈൻ സെറ്റായി. പിന്നെ ഞാൻ അടുത്ത ദിവസത്തേക്കുള്ള പൂ നമുക്ക് വെക്കാനുള്ളത് വാങ്ങാൻ പോയി. അങ്ങനെ നമ്മുടെ പൂക്കളമൊക്കെ ഇതാ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. നല്ലൊരു ക്യൂട്ട് ചെറിയൊരു പൂക്കളമായിരുന്നു. ഹായ് പറഞ്ഞു മിസ് ആൻ. അങ്ങനെ എല്ലാവരും ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ പൂക്കളം ഒന്നുകൂടെ ഒന്ന് വന്ന് നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ക്യൂട്ട് നല്ല രസമുള്ള പൂക്കളം. അങ്ങനെ എല്ലാവരും പിന്നെ അതിൻ്റെ അടുത്തിരുന്ന് ഫോട്ടോസ് എടുക്കുകയും കാര്യങ്ങളും വീഡിയോസ് എടുക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അകത്ത് വന്നിരുന്നു. കാരണം നമ്മുടെ ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ വേറൊരു സ്ഥലത്താണ് നടക്കുന്നത്. അപ്പോൾ അതിനൊരു ഇച്ചിരി സമയം കൂടെ ഉണ്ടായിരുന്നു. കാരണം കുറച്ച് പേരും കൂടി എത്താനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ഞങ്ങളിരുന്ന് ഇങ്ങനെ വെറുതെ കുറേ വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ എന്നാ ഒന്ന് അന്താക്ഷരി കളിച്ചാലോ. അങ്ങനെ നല്ല രസമായിരുന്നു. ഒരു 5-6 പേരിരുന്ന് തുടങ്ങിയെടുത്തു. പിന്നെ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് വന്ന് ഭയങ്കര നമ്മുടെ വാശിയേറിയ മത്സരമൊക്കെ ആയിട്ടാണ് നടന്നത്. പക്ഷേ നല്ല രസമായിരുന്നു, നല്ലൊരു ടൈമായിരുന്നു. അതും ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നമ്മൾ അന്താക്ഷരികളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും എത്തിക്കഴിഞ്ഞു. എടുത്തു, അതും കൂടെ ഞാനിവിടെ ഇടാം കേട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും കാറിലും യൂബറിലും ഒക്കെ ആയിട്ട് വന്നത് നേരെ ഹോട്ടൽ ഹൈവേ ഗാർഡനിലേക്കാണ്. അവിടെയാണ് നമുക്ക് ഗെയിംസ് കളിക്കാനുള്ള സ്പോട്ടും അതേപോലെ നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ എത്തിയതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് മ്യൂസിക്കൽ ചെയർ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഞങ്ങളെല്ലാം നല്ലോണം എൻജോയ് ചെയ്ത് കളിച്ചൊരു ഗെയിമായിരുന്നു. അങ്ങനെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഗെയിം. പിന്നെ നമ്മുടെ അടുത്ത ഗെയിം നമ്മുടെ ലെമൺ സ്പൂൺ റേസ് ആയിരുന്നു. അതും നല്ല രസമായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു 2-3 സെറ്റായിട്ടൊക്കെയാണ് ഈ ഗെയിം കളിച്ചത്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഗെയിം ഉറിയടിയായിരുന്നു. അതും നല്ല രസമായിരുന്നു കേട്ടോ. കുറേ ഞങ്ങൾ ചിരിച്ചു.
എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, നല്ല പരിപാടിയാണ്. ഫുൾ സപ്പോർട്ട്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഗെയിം ഈ പേപ്പർ ഫോൾഡിങ് ഗെയിമായിരുന്നു കേട്ടോ. കാണുമ്പോൾ നമുക്ക് തോന്നും ഓ ഈസിയാ എന്നൊക്കെ തോന്നുമെങ്കിലും ചെയ്യുമ്പോൾ നല്ല പാടാ, പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഗെയിമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ പിന്നത്തെ ഗെയിം. ആദ്യമൊക്കെ നമ്മൾ ഈ ഫുൾ സൈസ് പേപ്പർ ഉള്ളപ്പോൾ നമുക്കതിൽ നിൽക്കാനും ഡാൻസ് ചെയ്യാനും രണ്ടുപേർക്കും കൂടെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ തവണ ഇങ്ങനെ മടക്കി മടക്കി വരുമ്പോഴാണ് ഞങ്ങളൊരു തേർഡ് ഫോൾഡൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കാനും അതിൻ്റെ കൂടെ ഡാൻസ് ചെയ്യാനും ഒക്കെ നല്ല പാടായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു. നമ്മളിങ്ങനെ ഓരോന്ന് ആലോചിച്ച് അങ്ങനെ ചെയ്താലോ ഇങ്ങനെ പൊക്കിയെടുത്താലോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷെ അതൊന്നും നടക്കില്ല. നമുക്ക് ഒരു 30 സെക്കൻഡ്സ് തന്നെ എനിക്കൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഭയങ്കര രസമുള്ളൊരു ഗെയിമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് കളിച്ചപ്പോഴാണ്. നല്ല ഫണ്ണായിട്ടുള്ള ഒരു ഗെയിമായിരുന്നു കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു 4th ഫോൾഡായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും എങ്ങനെ നോക്കിയാലും നമുക്ക് നിൽക്കാൻ പറ്റില്ല. എങ്ങനെ നമ്മൾ ശ്രമിച്ചാലും നമ്മൾ ആ പേപ്പറിൻ്റെ പുറത്ത് ചാടും. ഞങ്ങൾ പല പല ഇതിൽ ആലോചിച്ച് നോക്കി. ഒരാളുടെ കാലിൻ്റെ മുകളിൽ ഒരാൾ കാല് വെച്ചു, പുറത്ത് കാല് വെച്ച് നോക്കി, അങ്ങനെ ഒന്നും നോക്കിയിട്ടും ഒരു രക്ഷയില്ല. അരമണ്ഡലം ഒന്ന് കാണിച്ചു, ഒന്നുകൂടെ ക്ലിയർ ആയില്ലേ? ഇത്രയൊക്കെ കളിച്ചപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വിശപ്പായി. കാരണം മോസ്റ്റ് ഓഫ് ദ ആളുകളും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വന്നത് രാവിലെ. അപ്പോഴത്തേക്കും നല്ല വിശപ്പായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ ഫൈനലി നമ്മുടെ സദ്യ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു സദ്യയായിരുന്നു. പക്ഷേ എപ്പോഴും നമ്മുടെ സദ്യയിലെ മെയിൻ നമ്മുടെ വെയിറ്റിംഗ് പായസത്തിനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് ചോറിട്ടിട്ട് പായസത്തിന് വേണ്ടി ഞാൻ ഇത്തിരി സ്പേസ് ബാക്കി വെച്ചു. അതുകൊണ്ട് ചോറ് കുറച്ചേ കഴിച്ചുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും വന്നു കളിക്കാനായിട്ട്. പക്ഷേ സദ്യ കഴിച്ച ക്ഷീണം കാരണം അധികം ഒന്നും പിന്നെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല. എങ്കിലും ഞങ്ങളൊരു സുന്ദരിക്ക് പൊട്ടുതൊടൽ അങ്ങനത്തെ 1-2 ഗെയിംസൊക്കെ ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ഓഫീസിലേക്ക് പോയി നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ പേര് നാട്ടിലേക്ക് പോകുമായിരുന്നു ഓണത്തിന്. കുറച്ച് പേര് ഇവിടെ തന്നെ. അങ്ങനെ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണമൊക്കെ വിഷ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഈ വർഷത്തെ ഒരു ഓണവും കൂടി നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.